വിളക്കെടുക്കാൻ വന്ന ആൾ അവിടെ എനിക്കറിയാം വിളക്കെടുക്കാൻ വന്ന ആളെ ഞാൻ ഒരുക്കി. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറ്റംകുളങ്ങര ചമയവിളക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാടെന്ന് പറയുമ്പോൾ എൻ്റെ നാട് കരുനാഗപ്പള്ളിയാണ്. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ ഇല്ല അടുത്താണ് ഈ അമ്പലം. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറെ ഉത്സവങ്ങളുണ്ട്. ഒന്ന് ആനയടിയിലെ ആനകൾ 10, 60, 80 ആനകൾ പങ്കെടുക്കുന്ന ആനയടിയിലെ ഉത്സവം. അതുപോലെ തന്നെ ഓച്ചിറയിലെ 10-200ഓളം കെട്ടുകാഴ്ചകൾ, കാളകൾ, നന്ദികേശന്മാരുള്ള ഓച്ചിറയിലെ ഉത്സവം. ഇതെല്ലാം എന്താ തെക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഞാൻ സെൻട്രലാണ്, കരുനാഗപ്പള്ളി സെന്റർ. കരുനാഗപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആനയടി, ഇതിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓച്ചിറ, ഇതിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊറ്റംകുളങ്ങര. അപ്പം കൊറ്റംകുളങ്ങരയുടെ ഉത്സവം ചമയവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ പെൺവേഷം കെട്ടിയിട്ട് വിളക്ക് ഇങ്ങനെ മറ്റേ താലപ്പൊലി പോലെ വിളക്ക് എടുത്തുകൊണ്ട് വന്ന് തൊഴും. ഇതാണ് പരിപാടി. എന്തിനാ തൊഴുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേർച്ച നേരും. ഞാൻ ഈ ഒരു ആഗ്രഹം സബലീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് ഈ വിളക്കെടുത്തോളാം. അല്ലെങ്കിൽ നേരെ തിരിച്ചും, ഞാൻ വിളക്കെടുക്കുവാണ്. എപ്പോഴും ദൈവവും നമ്മളും തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടല്ലോ, ആ പരിപാടിയുടെ. ഞാൻ വിളക്കെടുക്കുവാണ്, ആഗ്രഹവും സബലീകരിച്ച് തരണേ എന്നും പറഞ്ഞിട്ടാണ് വിളക്കും കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുക്കുന്നത്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു വിളക്കെടുപ്പ് ചമയവിളക്കിനകത്ത് വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് പങ്കെടുക്കുന്നത്. എന്നാൽ ഈ വിളക്കെടുക്കുന്ന ആളുകളെല്ലാം ആണുങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണുങ്ങളല്ല. ഞാൻ കുറച്ചു കാലം മുമ്പ് വരെ വിചാരിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആണുങ്ങളാണെന്നാണ്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന മെജോറിറ്റി ഓഫ് ആളുകളും ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരാണ്. അത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രയോറിറ്റി നൽകുന്ന ഒരു ഉത്സവമാണ്. കാര്യം ഇവരെ ആരും ചോദ്യം ചെയ്യത്തില്ല. ഇവർക്ക് ആ ഒരു ദിവസം ഒരു അത്യാവശ്യം വിലയുണ്ട്. മാത്രമല്ല ഇവർക്ക് വേണ്ടിയിട്ടുള്ള അമ്പലങ്ങൾ അധികം ഇല്ലല്ലോ, കുറവല്ലേ. അപ്പൊ പല സ്ഥലങ്ങളിലുള്ള ഇതുപോലുള്ള ട്രാൻസ്ജെൻഡേഴ്സും ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് വിളക്കെടുക്കാറുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ ഇവിടെ സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 ദിവസമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇന്നലെയും അതിന് തൊട്ട് 9 ദിവസവും. അപ്പൊ ഈ ചമയവിളക്കിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാസി അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. ജാസിയും ജാസിയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ജാസി ഈ പറയുന്ന വിളക്കെടുക്കുന്നുണ്ടായിരുന്നില്ല. ജാസി തൊഴാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് ജാസിന്റെ ഫ്രണ്ടാണ് വിളക്കെടുക്കുന്നത്. ഇതാണ് ജാസി അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബേസിക്കലി ജാസിയുടെ ക്യാരക്ടർ എനിക്ക് അത്ര താല്പര്യമുള്ള ക്യാരക്ടർ അല്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, സോ എനിക്ക് അത്ര താല്പര്യമുള്ള ക്യാരക്ടർ അല്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ജാസിയെ 100% സപ്പോർട്ട്, 100% സപ്പോർട്ട്. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു നിപ്പ് കണ്ടപ്പോൾ, അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി, കഷ്ടം തോന്നി. ആദ്യം ഞാൻ ഈ വീഡിയോ ഒന്ന് വെക്കാം. വീഡിയോ ഒന്ന് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. എന്താ കാര്യം എന്നറിയാലോ. അപ്പൊ ജാസി വിളക്കെടുക്കാൻ വന്ന സമയത്ത് കുറെ ചേട്ടന്മാര് വന്ന് പിടിച്ചു നിർത്തിയേക്കാണ്. വിളക്കെടുക്കാൻ വന്ന വിളക്കെന്തേ എന്നും പറഞ്ഞിട്ടാണ് പിടിച്ചു നിർത്തിയേക്കുന്നത്. അന്നേരം പുള്ളിക്കാരൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ സ്ത്രീവേഷം കിട്ടിയ ആളല്ല, ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, ഞാൻ ഒരു സ്ത്രീ ആയി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ തൊഴാൻ വന്നതാണ്, വിളക്കെടുക്കാൻ വന്ന വ്യക്തിയല്ല, ഞാൻ തൊഴാൻ വന്നതാണ്, എന്റെ ഫ്രണ്ടാണ് വിളക്കെടുക്കുന്നത്. അന്നേരം ഞാൻ അവിടെ കൂടെ ഇത് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്ന വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരതി പറയുന്നത്. ബാക്കി എന്തായാലും കേൾക്കാം. വിളക്കെടുക്കാൻ വന്ന ആള് വിളക്കെടുക്കാൻ വന്ന ആൾ അവിടെ വിളക്കെടുക്കാൻ വന്ന ആളെ ഞാൻ ഒരുക്കി. വീഡിയോ എടുക്കുന്ന പറയട്ടെ, ഇവളെ എനിക്കറിയാം. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇവരൊക്കെ മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടിയിട്ട് പോയിട്ട് സീൻ ഉണ്ടാക്കുന്നതാണ്. വിളക്കെടുക്കാൻ വന്ന ആള് റോഡ് പോയിട്ടുണ്ട്. ഞാൻ പകത്തിലെ തൊഴാൻ വേണ്ടി ഇപ്പൊ വന്നേ ഉള്ളൂ ഞങ്ങൾ. ഉണ്ടായിരുന്നു, ഇപ്പൊ പോയത് ആള്. ഈ ഇടം ചോദിച്ചൊരു 5 മിനിറ്റ് മുമ്പ് ആള് പോയത്. വിളക്കിന് നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കുക. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. എടുത്ത വീഡിയോ പുള്ളിക്കാരത്തിയുടെ കൂടെ വന്ന ആ ഫ്രണ്ട് അപ്പുറത്തോട്ട് എന്തോ പോയി. അപ്പോഴാണ് ഇവന്മാര് വന്നത്. അന്നേരം അവസാനം വീഡിയോ വരെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ വിളക്കെടുക്കാൻ വന്നതല്ല, ഞാൻ ആ വിളക്കെടുക്കാൻ വന്ന എന്റെ ഫ്രണ്ടിന്റെ കൂടെ വന്നതാണെന്ന് ഇവന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇവരെ കാണുമ്പോൾ ചൊറിച്ചിൽ വരുന്ന കുറെ ടീംസ് ഉണ്ട്, അവരാണ്.
എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്, അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പുരുഷനായി ഞാൻ സ്ത്രീയായി മാറിയ വ്യക്തിയാണ്. കോമൺ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞങ്ങളുടെ നാടിന് ഞങ്ങൾക്ക് ദോഷം. ഞങ്ങളുടെ നാടിന് ദോഷം എന്റെ പറഞ്ഞ ഞാൻ പറയുന്നില്ല. നാടിന് ദോഷം ഇപ്പൊ വരുന്ന എല്ലാവരുടെയും നോക്കൂ നീ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാന് നോർമലി എവിടെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ വന്നതിൽ നമുക്ക് സന്തോഷമാണ്. വളരെ വളരെ നല്ല കാര്യം. പക്ഷേ പബ്ലിക്കിൽ നിങ്ങൾ വിളക്കുമായിട്ട് വരുന്ന ആളാണ്, മനസ്സിലായോ? അതൊരു ഐതിഹ്യത്തിന് വളരെ മോശമാണ്. അതുകൊണ്ടാ പറഞ്ഞത്. ഇവിടെ കുറെ ഐതിഹ്യങ്ങളുണ്ട്, നാടിന് ദോഷമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ കുറെ അണ്ണന്മാര് വന്നിട്ട് ഇവരെ പിടിച്ചു നിർത്തിയേക്കുന്നത്. യുവമാരൊക്കെ ആണല്ലോ കോടതി. ഇത് വേറെ ഒന്നുമല്ല, ജാസി അറിയാവുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് ജാസിയെ കണ്ടപ്പോൾ ഒന്ന് ചൊറിയാൻ വേണ്ടി പോയി മുട്ടിയതാണ്. അല്ലെങ്കിൽ ജാസി ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ കണ്ടപ്പം അങ്ങനെയും കുരുപൊട്ടുന്ന അവന്മാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതും മനസ്സിൽ വെച്ചോണ്ട് ചിലപ്പോൾ പോയി, ചിലപ്പോൾ മുസ്ലിം ആണെന്ന് പറഞ്ഞ് ചിലപ്പോൾ അവിടെ പോയി അടി ഉണ്ടാക്കാൻ പറ്റത്തില്ല, വർഗീയതയായി മാറുമല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം 100% ഉറപ്പായിട്ട് അവിടെ പോയി ചൊറിയാൻ ചെന്നതാണ്. അല്ലാതെ ഇവിടെ വേഷം കെട്ടി വന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ വിളക്കെടുക്കാത്തതിന്റെ പേരിലോ ഒന്നും അവിടെ അടി ഉണ്ടാക്കിയതല്ല. ഇവിടെ വിളക്കെടുക്കാതെ വരുന്ന എത്രയോ പേരുണ്ട്. ഞാൻ അവിടെ ഉത്സവത്തിന് പോയിട്ടുള്ളതാണ്. എത്രയോ പേരുണ്ട് വിളക്കെടുക്കാതെ കൂടെ വരുന്നവര്. വിളക്ക് ഇപ്പൊ സർജറി കഴിഞ്ഞ കാരണം വിളക്കെടുക്കാൻ പറ്റില്ല. അവിടേക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവരൊരു സെലിബ്രിറ്റിയാണ്, ഇവരെ കണ്ടപ്പോൾ ചൊറിയാൻ തോന്നി. ജാസിനെന്ന് പറയുന്നുണ്ട്, ഞാൻ സ്ത്രീയായിട്ട് മാറിയ വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് വിളക്കെടുക്കാൻ പറ്റത്തില്ല. അവിടെ വരുന്ന എത്രയോ കംപ്ലീറ്റ് സ്ത്രീകളായിട്ട് മാറി എത്രയോ ആൾക്കാരുണ്ട്. ഞാൻ നേരിട്ട് പരിചയപ്പെട്ടു. ഞാൻ ഉത്സവത്തിന് പോയ സമയത്ത് ഓരോരുത്തരെടുത്ത് സംസാരിച്ചിട്ട് 1-2 കൊല്ലം മുമ്പുള്ള വ്ലോഗ് വരെ നമ്മൾ ഈ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ജെൻഡർ ആയി മാറി അല്ലെങ്കിൽ സ്ത്രീയായി മാറിയ ആൾക്കാർ വരെ വന്ന് അവിടെ വിളക്കെടുക്കുന്നതാണ്. അതിനും ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ മനഃപൂർവ്വം ഈ അണ്ണന്മാരെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചേർത്ത് വിളിക്കണം, അതായിരിക്കും നല്ലത്. ഇവന്മാര് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ? ഇവരെ കണ്ടു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇവര് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ഇവര് പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇവര് ട്രാൻസ്ജെൻഡർ ആണ്. സ്ത്രീകൾ വരെ തോറ്റും, അത്രയും ഭംഗിയുണ്ട് കാണാൻ. ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീകളായിട്ട് മാറിയ വ്യക്തികളാണ്. ഈ പെങ്കൊച്ചൊക്കെ എല്ലാ വട്ടവും വരുന്നതാണ്, മനസ്സിലായോ? വിളക്കെടുത്തും വരുന്നവരുണ്ട്, വിളക്കെടുക്കാതെയും വരുന്നവരുണ്ട്. അന്നേരം അതൊന്നും വല്ലുപിടുത്ത പ്രശ്നം. അവന്മാർക്ക് ജാസിയെ കണ്ടപ്പോൾ ഒന്ന് ചൊറിയണം, അതാണ് അവിടെ നടന്നത്. കഷ്ടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ജാസി എനിക്ക് അത്ര ഇഷ്ടമുള്ള ക്യാരക്ടർ അല്ല. പക്ഷെ എന്നാൽ പോലും ആ പുള്ളിക്കാരത്തിന്റെ ആ നിപ്പും ആ സംസാരവും കണ്ടപ്പോൾ സങ്കടം തോന്നി, ഒരു കഷ്ടം തോന്നി. വളരെ വൃത്തികെട്ട പരിപാടിയാണ്. സ്വന്തം നാട്ടുകാരാണെന്ന് കണ്ട് പറയുവാണ്, ഇവര് വെറും വൃത്തികെട്ട പരിപാടിയാണ് കാണിച്ചത്. ഇങ്ങനെ പിടിച്ചു നിർത്താനാണെങ്കിൽ എത്ര അവന്മാരെ പിടിച്ചു നിർത്തേണ്ടതാണ് അവിടെ. ആരെയും അവർ പിടിച്ചു നിർത്തിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പരിപാടി നടക്കുന്ന ആദ്യമായിട്ടാണ്. അതും ക്യാമറ ഉണ്ടായതിന്റെ പേര് മാത്രമായിരിക്കും അവർ ഇത്ര മാന്യമായിട്ട് സംസാരിച്ചത്. ആദ്യം വന്നാൽ സംസാരിച്ചു തുടങ്ങിയത് വേറൊരു രീതിയിലാണ് സംസാരിച്ചു തുടങ്ങി. ഇവിടെ അവളെ എന്നുള്ള വിളിച്ചിട്ടാണ് സംസാരിച്ചു തുടങ്ങി. ഇവളെ എനിക്കറിയാം എന്നുള്ള രീതിയിൽ വിളിച്ചിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ ബാക്കി ഇത്ര ക്യാമറ ഒക്കെ ഉണ്ട്, വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോഴത്തേക്ക് ഭയങ്കര മാന്യതയുടെ നിറകുടങ്ങളായി മാറി അണ്ണന്മാര്. ഈ അമ്പലത്തിന്റെ പുറകിൽ വേറൊരു പരിപാടി നടക്കുന്നുണ്ട്. ഈ കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ഈ ഒരു ഉത്സവത്തിന് വരുമല്ലോ. ഇവര് ഉത്സവത്തിന് വന്നിട്ട് കാണിക്കുന്ന വേറൊരു വൃത്തികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃത്തികേടെന്ന് തന്നെ പറയണം, അത് അവരുടെ തൊഴിലായിരിക്കാം. പക്ഷെ ഈ ഉത്സവത്തിന്റെ മറവിൽ വന്നിട്ട് അതങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. ഒന്ന്, ഇവിടെ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ, ഈ 2 ദിവസം ഈ ഉത്സവം നടക്കുക 2 ദിവസം രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടുവാക്കിൽ ഇവറ്റകൾ പോയി നിൽക്കും. എന്നിട്ട് കുറെ അമ്മാവന്മാരാണ് ഇച്ചിരി പ്രായം ചെന്ന ഒരു 40 വയസ്സിന് മേപ്പോട്ടുള്ള ഇപ്പൊ ഇവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇല്ല, ഈച്ച പൊതിയുന്നതിന്റെ കൂട്ടാണ് പൊതിയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവര് സെക്സ് വർക്കേഴ്സ് ആയിരിക്കാം മേ ബി. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് ഒരുമാതിരി ഇല്ല, കണ്ടിട്ടില്ലാത്തതിന്റെ കൂട്ടാണ് കുറെ അവന്മാര് പോയി പൊതിയുന്നത്. ഇവരെ വെറും വൃത്തിയായിട്ട പരിപാടി. ഇത് ഇരുട്ടുവാക്കില് പരിപാടി നടത്തുന്നുണ്ട്, അത് വേറെ കാര്യം. വല്ല കടയുടെ മറവിലോ അവിടെ പോയിട്ടോ പരിപാടി നടത്തിയിട്ട് ചില്ലറ പൈസ മേടിച്ചുകൊണ്ട് ഈ വർക്ക് നടക്കുന്നുണ്ട്. ലോഡ്ജൊന്നും അല്ല ഇത്. ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയിട്ട്, ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല എന്തോ പരിപാടി നടക്കുന്നതെന്ന്, ഓർത്താൽ മനസ്സിലാവും. ഇത് തൊഴാൻ വരുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സിന് 2 ഉദ്ദേശമാണ്. ഒന്ന്, അവർക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസ ഒപ്പിക്കുക, എന്തായാലും ഇവിടെ വന്നേയില്ല എന്നാൽ പിന്നെ വർക്ക് എടുത്തിട്ട് പോവാ എന്നുള്ളൊരു സെറ്റപ്പ്. 2, തൊഴുകയും ചെയ്യാം. ഇവര് തന്നെയാണ് ഇവരുടെ ഡിഗ്നിറ്റി കളയുന്നത്. തൊഴാൻ വന്നാൽ തൊഴുതിട്ട് പോകണം, അല്ലാതെ അതിന്റെ ഇടയിൽ കൂടി ഈ മാതിരി തൊലിഞ്ഞ പരിപാടി നിൽക്കരുത്. ഈ പറയുന്ന ജാസിയെ പിടിച്ചിരുത്തി കേൾക്കുന്ന അമ്മാവന്മാരൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ വന്നിട്ട് ഇരുട്ടുവാക്കി വന്നിട്ട് ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് വന്ന് വില വെച്ചുന്നത്. കൂടുതലൊന്നും പറയില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ. മാമൻ പിന്നെയും വരട്ടെ മക്കളെ, പോയിട്ട് വരാം.